അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോട്ടപ്പുറം കോട്ട കാണാനാണ് വന്നേക്കണത്. അപ്പോൾ ഇതിന്ന് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ കൊടുങ്ങല്ലൂരിൻ്റെ തെക്കേ അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കോട്ടപ്പുറം ഗ്രാമം. കോട്ട സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് സമീപത്ത് തന്നെയായിട്ടാണ് നമുക്ക് കോട്ടപ്പുറം മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇത് കോട്ടപ്പുറം മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പുരാതന കാലം തൊട്ടേ വ്യാപാരങ്ങൾ നടത്തിയിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ എത്തിച്ചേരാനായിട്ട് ഇപ്പോൾ കോട്ടപ്പുറത്ത് കൊടുങ്ങല്ലൂരിൽ നിന്നായാലും തൃശ്ശൂരിൽ നിന്നായാലും കൊടുങ്ങല്ലൂർ ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടപ്പുറത്ത് ഇറങ്ങാം. പറവൂർ ബസ്സിൽ കയറി കോട്ടപ്പുറത്ത് ഇറങ്ങാം. അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വരാനോ അല്ലെങ്കിൽ കുറച്ച് വഴി നടക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്നായിത്തോമായോടെ ഒരു സ്മാരകമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കോട്ടപ്പുറം രൂപത എന്തോ ചെയ്തേക്കണമെന്ന് തോന്നുന്നു. ഇതും ഒരു വ്യാപാരിയായിട്ട് ഇവിടെ എത്തിപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവർ ഗ്രീസോ എന്തോ നാട്ടിൽ നിന്നായിരുന്നു ആൾ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്കൊരു ബോട്ടിൻ്റെ ജെട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. ഇവിടെ നമുക്ക് 10 രൂപയാണ് നമുക്കൊരാൾക്ക് വന്നത് ടിക്കറ്റ് ചാർജ് വരുന്നത്. അതേപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ബോട്ട് സർവീസ് പോകുന്നുണ്ട്. ടൂറിസ്റ്റ് ചെറിയ ചെറിയ ബോട്ടുകൾ 15 പേര് 20 പേര് പാക്കേജ് ആവുന്ന ബോട്ടുകൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുന്നത്. അതിൻ്റെ പാക്കേജിൻ്റെ റേറ്റുകളുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 1-2 പേരൊക്കെയാണ് എത്തിച്ചെല്ലുന്നുണ്ടെങ്കിലും നമുക്കൊരു ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടി അറേഞ്ച് ചെയ്ത് അവിടുന്ന് പോകാനുള്ള സംവിധാനങ്ങളുണ്ട് കേട്ടോ. ഒരു പാക്കേജ് എടുത്ത് പോകാനുള്ളൊരു സംവിധാനവും അവിടെ നിലവിലുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കയറി പോകാൻ പറ്റില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു പാർക്ക് പോലൊരു ഇതുണ്ട് കേട്ടോ, മാർക്കറ്റിൻ്റെ സൈഡിലായിട്ട്. അവിടെ നിന്നും ഇതേപോലെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ 1-2 പേര് വന്നാലും 3-4 ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിമനോഹരമായിട്ടാണ് ഇവിടെ അവർ ഈ കോട്ടയുടെ ഉൾഭാഗം ചെയ്തേക്കുന്നത്. നല്ല പച്ചപ്പോടുകൂടി നല്ല രസമാണ്. ആ ഭിത്തികളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ചെല്ലുമ്പോൾ ഇതിലും കൂടുതലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് സംരക്ഷിച്ച് ഇപ്പം നിർത്തിയിട്ടുണ്ട്. അത് ഇപ്പം നല്ല മഴക്കാലം ഒരു നല്ല പച്ചപ്പിൽ നിൽക്കേണ്ട. വേനൽക്കാലത്ത് ഇതിൻ്റെ കണ്ടീഷൻ ചിലപ്പോൾ വ്യത്യാസം വരായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ കറക്റ്റായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് കറക്റ്റായിട്ട് നമ്മൾക്ക് വായിച്ചറിയാനായിട്ടുള്ള ലെവലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോട്ടയുടെ പഴക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ 500 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് കേട്ടോ. 500 വർഷം മുമ്പ് ഇവർ പോർച്ചുഗീസുകാരാണ് ഈ കോട്ടയുടെ നിർമ്മാതാക്കൾ കേട്ടോ. അപ്പോൾ അവർ കൊച്ചി രാജാവിൻ്റെ സംരക്ഷണത്തിനും കൂടി ആയിട്ടാണ്, അവരുടെ വ്യാപാരവും നടത്തണം, കൊച്ചി രാജാവിനെ പ്രൊട്ടക്ട് ചെയ്യാനും കൂടി ആയിട്ടുള്ളൊരു കോട്ടയാണ് അവർ ചെയ്തിരുന്നത്. ഈ കോട്ട സ്ഥിതി ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ കായലിന് ചുറ്റുമായിട്ട് നമുക്ക് ഏതൊരു സൈഡിലും ഒരു 160 ഡിഗ്രി വ്യൂ പോയിന്റ് ലെവലിലാണ്. അവിടെ നിന്ന് കാണാൻ നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാ കാഴ്ചകളും ഒരു ശത്രുക്കൾ വരികയാണെങ്കിൽ തന്നെയും അതിനെ നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ലെവലിലാണ് അവർ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തെക്കേ എന്താ പറയുക, കൃഷ്ണൻകോട്ടയാണ് ഒരു സൈഡ് വന്നത്. ഒരു സൈഡ് വന്നത് ഗോതുരുത്തായിട്ട് വരും. പിന്നെ തിരുവഞ്ചൂക്കുളം അങ്ങനെ ഒക്കെയാണ് ആ സൈഡുകളായിട്ട് വരുന്നത് കേട്ടോ. പക്ഷെ നമുക്ക് ഒരു ദിവസം വന്ന് ഇവിടെ അകലെയുള്ളവരുടെ കാര്യമല്ല. നമുക്ക് ഇവിടെ അടുത്ത് കൊടുങ്ങല്ലൂർ, ഇപ്പോൾ തൃശ്ശൂരായാലും ഇപ്പോൾ എറണാകുളത്തായാലും എറണാകുളത്ത് നിന്നൊക്കെ ആൾക്കാർ ഒരുപാട് വന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഏരിയയിലൊക്കെ വന്ന് പോയിട്ട് ഇത് കണ്ടുപോയി. ഇപ്പോൾ കേരളത്തിൽ നിന്ന് എവിടെ നിന്നും വരാം. കാരണം ഈ മുസ്ലിംസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഏരിയകൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊരു ദിവസത്തെ ട്രിപ്പ് എടുത്ത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ബോട്ടിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പാലിയം, കൊട്ടാരം, അങ്ങനെ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ജൂതന്മാരുടെ നമ്മുടെ സിനഗോഗിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ ഇതുവഴിയാണ് ഈ ഇപ്പോൾ ജൂതന്മാരായാലും നമ്മുടെ ഇന്ത്യയിലോട്ട് എത്തിയത് ഈ എന്താ പറയുക കോട്ട വഴിയായിരുന്നു കേട്ടോ. ഇവിടെയായിരുന്നു അവരുടെ വന്നെത്തിച്ചേർന്നത്. അതുവഴിയാണ് അവർ മാളയിലായിരുന്നു അവർ ആവാസ വ്യവസ്ഥ അവിടെയാണ് ചെയ്തിരുന്നത്. മാളയിൽ അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാളയിൽ അവർക്ക് അവിടെ കുറച്ച് കല്ലറകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അതിപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം കവർ ചെയ്ത് നല്ല ലെവലിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം നമുക്ക് പോയി കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ. ഇപ്പം ഇത് നല്ല രസമുണ്ട് ഇവിടെ. ഇതിനകത്ത് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പോട് കൂടിയും ഒരു സൈഡ് കായലായിട്ടും ഇപ്പോൾ ഒരു യാത്രയൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകില്ല. കാരണം അത്രയും നല്ല ലെവലായിട്ട് ഇവിടെ നമുക്ക് ഇവിടുത്തെ അന്തരീക്ഷം ഒരു പ്രത്യേകതയുണ്ട്. നല്ല കാറ്റുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ കാഴ്ചകളുണ്ട്. ഇപ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്തതിൽ നല്ല ലെവലിൽ കവർ ചെയ്തൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 വർഷത്തിന് മേലെ കഴിഞ്ഞിട്ടുണ്ടാവും. 10-20 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഈ കവറിങ് നടത്തിയെന്ന് തോന്നുന്നു. കാരണം ആദ്യം ഞാൻ വന്ന സമയത്ത് ഇത് കണ്ടിട്ടുണ്ട്. അതിക്ക് മുമ്പ് വന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായില്ല. ഇതിലും കൂടുതൽ
നമുക്ക് അവിടെ തിണ്ടുകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു, അവശിഷ്ടങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. പിന്നീട് ഇപ്പോൾ കുറഞ്ഞ് ഇത്രയായി. ഇപ്പോൾ കാലപ്പഴക്കത്തിൻ്റെ പേരിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല വീതിയോടുകൂടിയൊക്കെ ഉണ്ടത് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ അതിൻ്റെ ഫലങ്ങളുണ്ട്. ഈ ഒരു അസ്ഥി അവിടെ കുഴിച്ചെടുത്തിട്ട് അധികം പഴക്കമില്ലാത്ത ലെവലിൽ കിട്ടിയതിൻ്റെ പേരിൽ അതിപ്പോഴും അത് അവിടെ ഒരു ഗ്ലാസിൻ്റെ കൂട്ടിലിട്ട് അവിടെ വെച്ചിട്ടുണ്ടാ. എനിക്ക് തോന്നുന്നു ഈ ഹോളൊക്കെ എനിക്ക് തോന്നുന്നു പണ്ട് പീരങ്കികളൊക്കെ വെച്ച് തകർക്കാനുള്ള സംവിധാനങ്ങളായിരിക്കാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ പറ്റിയൊരു ആൾക്കാർ അവിടെ ഇല്ല കേട്ടോ. ഇപ്പോൾ അവിടെ ലേഡീസുകളാണ് കൂടുതലും ഞാനത് കണ്ടിരുന്നത്. 2-3 സ്റ്റാഫുകൾ അവിടെ ഉണ്ട്. കാരണം അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെന്താ പറയുക, അവിടെ കുറച്ച് നേരം സമയം ചിലവഴിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവർ നോക്കുന്നുണ്ട്. കാരണം ഒത്തിരി മാറി അവർ അങ്ങോട്ട് വെള്ളത്തിലോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാട്ടിലോട്ട് അങ്ങനെ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ അവർ വിളിക്കുന്നുണ്ട്, വിസിലടിച്ച് അവർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ കുറേയൊക്കെ നല്ല എത്രയോ തിക്നെസ് കട്ടിയോടുകൂടിയാണല്ലേ അവരവരെ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വ്യാപാരത്തിനായിട്ട് ഒട്ടുമിക്ക രാജ്യങ്ങൾ, അതായത് വിദേശങ്ങളിൽ നിന്നായിട്ടും എല്ലാവരും ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് ഡച്ചുകാർ വന്നു, അവർ വന്ന് കോട്ട ഉപരോധിച്ച്. പിന്നീട് ടിപ്പു സുൽത്താനും അവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്, പിടിച്ചെടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ നമുക്ക് ഇതെന്ന് വെച്ചാൽ വ്യക്തമായിട്ടല്ലെങ്കിൽ പോലും ഇത് മറ്റുള്ളവരുടെ അറിവിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലും നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ചരിത്രമായിട്ട് കിടക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് രേഖകളായിട്ട് നമുക്ക് ആകെ അവശേഷിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ അത് കുറച്ച് അവിടെ നിന്ന് കിട്ടിയേക്കണ കുറച്ച് ഇതുകളൊക്കെ അവിടെ ഇതായിട്ട് വെച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ഒന്നുമില്ല, വീഡിയോ ആയിട്ടോ പണ്ട് കാലത്തെ പോലെ ഒന്നുമില്ല. കാരണം ആ കാലഘട്ടത്തിൻ്റെ ഇത് നമുക്കൊന്ന് മനസ്സിലിരുത്തിയാൽ മതി. കാരണം സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇതേപോലെ കല്ലുകൊണ്ട് അവർ കോട്ട കെട്ടി ഉണ്ടാക്കി എത്രയോ ആൾക്കാരുടെ എന്താ പറയുക, ചിലപ്പോൾ അടിമകളായിട്ട് പണിയെടുത്തതായിരിക്കാം. എത്ര ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കഥകളുള്ളൊരു സ്ഥലമാണത്. നമുക്കിപ്പോൾ പോകുമ്പോൾ ഒരു രസം ഫോട്ടോ എടുക്കാനായിട്ടും മറ്റുള്ളത്. പക്ഷെ ഒരുപാട് ചരിത്രം അവിടെ ഉറങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനോട് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായത് നമ്മുടെ ജെറമാം ജുമാ മസ്ജിദ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയായാലും ഇതിന് മുസ്ലിംസും എനിക്ക് തോന്നുന്നത് പറഞ്ഞു കേട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിംസുകളും ഇന്ത്യയിലോട്ട് ഫസ്റ്റായിട്ട് ഇവിടെ ഇതുവഴി തന്നെയാണ് എത്തിയതെന്ന് തോന്നുന്നത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ ഇതേപോലെ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് ചോദിച്ചപ്പോൾ ഉള്ളൊരു അറിവ് വെച്ച് ഞാൻ അറിഞ്ഞു കേട്ടത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവരും കൂടി വന്നൊരു ആദ്യകാലത്ത് ഇവിടെ തന്നെ വ്യാപാരം നടത്തിയിരുന്നത് കേട്ടോ. ഇപ്പോൾ കുരുമുളക് കൊണ്ടുപോകാനായിട്ടായിരുന്നു ഇപ്പോൾ ഗ്രീക്കുകാരും മറ്റുള്ളവരൊക്കെ വന്നിരുന്നത്. പക്ഷേ ഡച്ചുകാരൊക്കെ എത്തിയിരുന്നത് അങ്ങനെയെന്നാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പോൾ ശരിക്കും ഇതേപോലെ നല്ല കല്ലിന് നല്ല തിക്കായിട്ട് നല്ല ലെവലിലാണ് അവർ ചെയ്തേക്കുന്നത്. കാരണം അന്നത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ഇന്നത്തെ പോലത്തെ ബോംബ് കാര്യങ്ങളൊന്നുമില്ല. അന്നത്തെ ഒരു ആക്രമണം കുന്തങ്ങളും മറ്റുള്ള സാധനങ്ങളായിരിക്കും. ചിലപ്പോൾ പീരങ്കി ഉണ്ടാവും, അതൊരുണ്ട് പൊട്ടിയാൽ അത്ര പവർ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് എൻ്റെ ഇങ്ങനെ പുരാവസ്തു ശേഖരിച്ച സാധനങ്ങളെ പറ്റിയൊക്കെ കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പുഴയോട് ചുറ്റും നമുക്ക് ഈ പുഴയിൽ നിന്ന് പണ്ട് കാലത്ത് മുതൽ നീറ്റ് കക്കയുടെ പോലെ ഒരു വെളുത്ത കക്കകളുടെ തോടുകൾ ശേഖരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞായി. കാരണം അങ്ങനെ മണ്ണ് വാരലും അതില്ല എന്ന് തോന്നുന്നു. കാരണം ആദ്യ കാലങ്ങളിൽ ഇപ്പം ഞാനൊക്കെ അതിൽ പോകുമ്പോൾ അങ്ങനെ ലോറിക്ക് വന്ന് കൊണ്ടുപോകുമായിരുന്നു. അത് എത്രയോ പഴക്കം ചെന്നാലാണ് ഒരു കക്ക അത് ആ കളറിലോട്ട് വന്നത്, ആ കളറിലോട്ട് ആവുമായിരുന്നു. അതേപോലത്തെ ഒരു മിക്സിംഗ് ആണ് ഇവിടെ ഈ ഒരു കല്ല് ഫിറ്റ് ചെയ്തേക്കണേ. അങ്ങനെ കല്ലിൻ്റെ വെക്കണേൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യില്ല. നമ്മൾ സിമെൻറ്റിൻ്റെ പകരമായിട്ട് അവർ അന്ന് ഉപയോഗിച്ചിരുന്ന സാധനം അതും ഒരു വൈറ്റ് കളറിലോട്ട് എന്തോ. അപ്പോൾ അതൊക്കെ നല്ല ഉറപ്പോടുകൂടി തന്നെ അവിടെ നിൽക്കണ്ടില്ല. ഇതേപോലെ തന്നെ ഇവിടെ അവർക്ക് ഒളിച്ച് താമസിക്കാനുള്ള എന്താ പറയുക, ഈ ചെറിയ കുഴികളും അങ്ങനെ ഉണ്ട്, തുരങ്കങ്ങളും ഉണ്ടാക്കിയതിൻ്റെ പാടുകളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം വീഴാതെയൊക്കെ നിർത്തിയിട്ടുണ്ട് അവിടെ കേട്ടോ. കാരണം നല്ല ലെവലിൽ ഒരു ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് പഴക്കം നിർത്തി കുറച്ച് 10 വർഷം എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അത് ഇപ്പോൾ വെള്ളമൊന്നും വീഴാതെ നല്ല ലെവലിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതേപോലെ നമുക്ക് സ്റ്റെപ്പൊക്കെ വഴി കയറി പോകാം. ഒരുപാട് ഏരിയ കവർ ഉണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു. കാരണം അത് ഏരിയയിൽ അങ്ങനെയുണ്ട്. പിന്നീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് നശിച്ച് പോയി കണ്ട. ഇതേപോലത്തെ ഇത് കണ്ടത് നല്ല കുഴി പോലത്തെയൊക്കെയാണ് അവിടെ. എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ആക്രമണങ്ങളൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ, അവർക്ക് ഇരിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളായിരിക്കാം ആ കാലഘട്ടത്തിൽ ചെയ്തു വെച്ചിരുന്നത്.
പക്ഷേ ആ കാലഘട്ടത്തിൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സേഫ്റ്റി ആയിരിക്കുള്ളൂ. അതിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. അതേപോലെ തന്നെ ആയിരിക്കട്ടെ അതിൻ്റെ നിർമ്മിതി അവർ ചെയ്തു വെച്ചേക്കുന്നതും. അവിടെ ഇവിടെ ഒരു ആർച്ച് പോലെ ചെയ്തിട്ട് ഒരു വലിയൊരു കുഴിയിട്ട് ഇതിങ്ങനെ ആയിരുന്നില്ല. ആദ്യം വരുന്ന സമയത്ത് ഇത്തിരി കൂടി വ്യത്യാസമൊക്കെ ഇട്ടുണ്ട്. ഇത്തിരി കൂടി ചുമരുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ഷീറ്റ് വർക്ക് വന്നതിന് ശേഷമാണ് വെള്ളം വീഴാതെയൊക്കെ ഇരിക്കുന്നത്. അധികുമ്പോൾ അത് വെള്ളം വീണൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അന്നും ചെയ്തിട്ട് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അത്. ഇന്ന് ആർച്ച് ചെയ്തിട്ടായാലും നല്ല ബലത്തോടുകൂടി തന്നെ അത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയുള്ളൊരു എന്താ പറയുക കാഴ്ചയാണ്. അതേപോലെ തന്നെ അതിനോടുപരി ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നേരിട്ട് കാണാനുള്ളൊരു ഇതും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റേതായ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മാക്സിമം നമ്മൾ വന്ന് കാണാൻ പറ്റാതായിരിക്കും. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എല്ലാ വീഡിയോയിലും പറയണ പോലെ അത് ഡയറക്റ്റ് വന്ന് നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായ വേറൊരു ഫീൽ നമുക്കുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനോടനുബന്ധിച്ചുള്ള ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവർ മറ്റുള്ളവർക്ക് ഒരു കൂടി കാണാനുള്ളൊരു നമുക്ക് ചാനലിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക. അതേപോലെ എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും അത് കമൻറ്റായിട്ട് നമ്മളെ അറിയിക്കണം കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോ ഇനിയും ഞാൻ മുന്നോട്ട് വരും. അപ്പം നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇതേപോലെ തന്നെ എന്താ പറയുക നമ്മൾക്ക് ഇതേപോലെ പുരാതനമായ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഓരോന്നോരോന്ന് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗുണത്തിൽപ്പെടുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ മറ്റു വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞത് ചിലപ്പോൾ തെറ്റുകളുണ്ടാവാം. ചിലപ്പോൾ ഇതിൽ ഞാൻ പറയുന്നതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകാം. അത് അറിയാവുന്നവർ അത് തിരുത്തി കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കമൻ്റായിട്ടെങ്കിലും അറിയിക്കണം. അപ്പോൾ നമ്മുടെ തിരുത്തിപ്പുറം പാലമുണ്ട്. ആദ്യം ഇവിടെ ഇതിലെയായിരുന്നു ഫെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് നമുക്ക് ഫെറി ആയിരുന്നു. അപ്പോൾ ആ ഫെറി സർവീസൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫെറിയുടെ ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കേ.